പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാബ് റോസ്റ്റ് ആണ്, ഞണ്ട് റോസ്റ്റ്. ഇപ്പം ഞണ്ട് എല്ലാം ഞാൻ വൃത്തിയാക്കി, ചെറിയ ഞണ്ടാണ്, അപ്പോൾ അതെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഞണ്ട് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനും വെന്തും കിട്ടും. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട സാധനങ്ങളാണ്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ചെറിയ തക്കാളി, ഇടത്തരം തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു ലേശം പുളിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ടാവും. പിന്നെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അവസാനം കുരുമുളകിന്റെ പൗഡർ ഇടണമെങ്കിൽ ഇടാം, ആദ്യം തന്നെ വഴറ്റി ചേർക്കണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ട്. മസാലപ്പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടുക് പൊട്ടിക്കുന്നുണ്ട്, ഞാൻ കറിക്കെല്ലാം കടുക് പൊട്ടിക്കാറുണ്ട്, കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി, അതായത് മീറ്റ് മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ക്രാബ് മസാല വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ, അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ സാധാരണ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത്, 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്, അത്. പിന്നെ മുളക് പൊടി എന്ന് പറയുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഒരുപാട് എരിവും വേണ്ട, എന്നാൽ അത്യാവശ്യം എരിവ് വേണം, അങ്ങനത്തെ ഒരു രീതിയിൽ. പച്ചമുളക് 4 ചേർക്കുന്നുണ്ട്, അപ്പൊ ആ ഒരു രീതിയിൽ മാനേജ് ചെയ്ത് പോകും. അടുത്തായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ എരിവ് ഒന്ന് ബാലൻസ് ആവും, ഗ്രേവി ഒന്ന് തിക്കാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വീഡിയോയിലോട്ട് പോവാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം വരികയാണ്, വഴറ്റുന്ന സമയത്ത് ആവശ്യം വരുവാണെങ്കിൽ വീണ്ടും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടുകാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ചെറിയ കഷ്ണം പട്ടയും പെരുംജീരകവും വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകത്തിന്റെ പൊടി വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ആദ്യമേ തന്നെ എണ്ണയിൽ പൊട്ടിച്ചെടുക്കുന്ന വേണ്ടിയിട്ടാണ് കേട്ടോ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി പട്ടയും പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തീ അല്പം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ഇല്ലേ, അത് ആദ്യം ഞാൻ ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിലോട്ട് പിടിച്ചു പോകുന്നതുകൊണ്ടിട്ടാണ്. ആദ്യം തന്നെ പച്ചമുളക്, തക്കാളി, ഞാനിങ്ങനെ ഒരുമിച്ചിട്ട് തന്നെയാണ് വഴറ്റുന്നത്. അധികം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമില്ല, നമ്മളിങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ആഡംബരം കാണിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കറിയാവുന്ന രീതിയിൽ നല്ലതായിട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏത് കറിയും നന്നാവും. ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാള കുറയ്ക്കണമെങ്കിൽ അതിന് പകരം
ഒരു സവോള എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയിൽ തന്നെ ചെയ്യാം. വേണമെങ്കിൽ ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇത് വഴണ്ട് വരാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ കറിയിൽ ഒരു മിഡിൽ സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വഴറ്റി വരുമ്പോൾ ഉപ്പ് പോരായെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് വെന്ത് സവോളയുടെ കളറൊന്നും മാറാൻ നിൽക്കേണ്ട കാര്യമില്ല. സവോള ഒന്ന് വഴണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയാൽ മതി. കാരണം സവോള വേവാനുണ്ടല്ലോ, ഞണ്ടിന്റെ കൂടെ കിടന്ന് പിന്നെ ഒരു വേവ് വേകുന്ന. അപ്പോൾ ഒരുപാടൊന്നും, പിന്നെ തക്കാളി വെന്ത് നന്നായിട്ട് കുഴഞ്ഞു പോകും കേട്ടോ. അത് തക്കാളി അതുപോലെ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ കറിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താൽ മതി. ഇതിപ്പോ ഒരു ഗ്രേവിയുടെ ആ ഒരു ലെവലിലോട്ട് തക്കാളി മാറും. അപ്പൊ ഈ തക്കാളിയും സവോളയും ഇരുന്ന് നന്നായിട്ട് ഒന്ന് വാടട്ടെ കേട്ടോ. വാടി വരുന്ന കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടെയുള്ള ഈ ഒരു പേസ്റ്റ് ചേർത്തിട്ട് അതും കൂടെ ഒന്നും വഴറ്റി അതിന്റെ പച്ചമണം മാറിയിട്ടാണ് നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് നോക്കാം. ആ ഒരു സവോളയും തക്കാളിയൊക്കെ ആ പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി അതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ആണ് കേട്ടോ. പേസ്റ്റിന്റെ ആ ഒരു പച്ചമണം കൂടെ മാറി കഴിയുമ്പോഴാണ് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി മസാല ചേർത്ത് കൊടുക്കാനുള്ള ടൈമാണല്ലോ. ചില അമ്മമാരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കൂ. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി ആണല്ലോ എപ്പോഴും എല്ലാ കാര്യത്തിലും കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ ഒരു പച്ച മണമൊക്കെ മാറുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഈ സവോളയിലേക്കും എല്ലാം പിടിക്കും. ആ കുരുമുളകിൻ്റെയും അടിയൊന്നും പിടിക്കില്ല, പക്ഷെ എങ്കിലും ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, കാരണം ഞണ്ടിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ട്. അപ്പം ഞണ്ട് കുക്കാവാനായിട്ട് ഞണ്ടിൽ തന്നെ വെള്ളം മതിയാവും. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാൽ ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. കാരണം ക്വാണ്ടിറ്റി അനുസരിച്ചും, പിന്നെ മഞ്ഞൾപ്പൊടി ആക്ച്വലി നമ്മൾ ചേർക്കുന്നത് ഒരു കളർ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടോക്സിക് കണ്ടന്റ്സ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊക്കെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് കൂടുതലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു മസാല ഐറ്റം അല്ല. അപ്പോ ഇതും ഏകദേശം ഒരു വഴണ്ട് നന്നായിട്ട് കുഴഞ്ഞ് ആ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. എണ്ണ ആഡ് ചെയ്തതിന് ശേഷം ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്.
നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം. അവരവരുടെ ഇഷ്ടത്തിനാണ് എരിവ്. ഇതിലിപ്പോ പച്ചമുളകും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. അവരവരുടെ ഇഷ്ടം എന്താണോ, ഉപ്പ്, എരിവ്, പുളി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലർ ചെയ്യുമ്പോഴത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ മസാലപ്പൊടിയും കൂടെ എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് വറുത്ത്, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു പച്ചമണം കളയാൻ വേണ്ടിയിട്ടാണത്. പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലൊന്നും ഇല്ല അതിൽ. പച്ചമണം പോവാന്നുള്ള ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. ഇപ്പൊ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് ഈ ഞണ്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇതൊരു ഗ്രേവി ഇതാവും. അപ്പോൾ അത്രയും ഗ്രേവി നമുക്ക് വേണ്ട എങ്കിൽ ലോ ഫ്ലെയിമിലിട്ടൊരു 5-10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം തുറന്നിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ വെള്ളം പോകത്തില്ല. ഇനി നമ്മുടെ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയാണല്ലോ ഇതിൽ പ്രധാനം. നമ്മൾ റോസ്റ്റ് ആണല്ലോ ചെയ്യുന്നത്, ക്രാബ് റോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പം വറുത്തരച്ച് വേണമെങ്കിലും റോസ്റ്റ് ചെയ്യാം. ഇനി തേങ്ങ വറുത്തരച്ചിട്ട് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് മസാലപ്പൊടികൾ മാത്രം വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ്. ആ ഒരു പച്ചമണമൊക്കെ മാറി വരും. ഇനി നമ്മൾ നേരത്തെ ചേർത്തിരുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞണ്ടിനും കൂടെ ഉപ്പ് വേണം. വേവാനായിട്ട് ഞണ്ട് ഇടുമ്പോഴത്തേക്ക് അതിനും ഉപ്പ് വേണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പോരായെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നല്ല പേസ്റ്റ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വഴറ്റി വെച്ചില്ലേ. ഈ ചില ആൾക്കാര് ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ, സവോള, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അങ്ങനെ ഗ്രേവി ഉണ്ടാക്കി ഞണ്ട് വെക്കാറുണ്ട്. ഞണ്ട് മാത്രമല്ല, ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് കൊഞ്ച് റോസ്റ്റ് ചെയ്യുമ്പോഴും ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് മീറ്റാണോ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ആ മീറ്റ് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതും വളരെ ഒരു എളുപ്പപ്പണിയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ, എന്തെങ്കിലും മീറ്റ് കിട്ടുവാണെങ്കിൽ, 2 കഷ്ണം ചിക്കൻ ആണെങ്കിലും ശരി, നമുക്ക് ഈ ഒരു ഗ്രേവി ചേർത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറുതായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേഗവും ചെയ്യും. ആവശ്യത്തിന് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ. അധികം കാലിനൊന്നും അധികം വലിപ്പമില്ല. ആ ഒരു റോ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു ഉളുമ്പ് മണമോ അങ്ങനെയൊന്നും ഇല്ല. നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം. നാരങ്ങയിലോ, നാരങ്ങയാണ് ഏറ്റവും ബെസ്റ്റ്. നാരങ്ങയോ വിനീഗറോ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 വട്ടം ആദ്യം വിനീഗറിലൊക്കെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് അതിനകത്തുള്ള ഡേർട്ട് ഫുള്ള് പോകും. ഇതിങ്ങനെ ഇരുന്നിട്ട് വേഗം ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും കേട്ടോ. ആ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്കാണ് ഈ ഞണ്ടിന്റെ സത്തെല്ലാം ഗ്രേവിയിലോട്ട് പിടിച്ച് നന്നായിട്ട് കുക്കായി വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. എങ്ങനെയാവും നോക്കാം. ഓക്കെ.
നന്നായിട്ട് തിളച്ച് ഒരു പകുതി വെള്ളമൊക്കെ വറ്റി. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. വെള്ളമൊക്കെ ഇറങ്ങി വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റണം. അപ്പൊ തുറന്ന് വെച്ച് ഇത്ര നേരം മൂടി വെച്ചിട്ടാണ് വേവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി തുറന്ന് വെച്ചിട്ട് കുറച്ചു നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൂടെ വറ്റിയിട്ട് ആ ഗ്രേവി ഒന്ന് കുറുകും കേട്ടോ. ഉപ്പ് ഞാൻ നോക്കിയിരുന്നു, ഉപ്പ് ആവശ്യത്തിനുണ്ട്. പോരെങ്കിലും ലാസ്റ്റ് ടൈം ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് വെന്ത് ആ ഒരു രീതിയിലാവട്ടെ, കുഴഞ്ഞ്. ലാസ്റ്റാണ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ആ ഫ്ലേവർ ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം. കുറച്ചുകൂടെ ഒന്ന് വറ്റി അതൊന്ന് ഇപ്പം മീഡിയം ഫ്ലെയിമിലോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം മൂടി വെച്ചതെല്ലാം ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയത് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് മാറുമ്പോഴത്തേക്കാണ് നമ്മൾ മല്ലിയില ചേർത്തിട്ട് അടച്ചു വെക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഇനി വെള്ളം വറ്റിയിട്ട് ഞാൻ കാണിച്ചു. നന്നായിട്ട് വറ്റി നല്ല തിക്ക് ഗ്രേവിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അധികം നമ്മൾ ഗ്രേവി കുറയ്ക്കേണ്ട കാര്യമില്ല, ആ തിക്ക് ഗ്രേവി തന്നെയാണ്. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. കേട്ടോ, ഞാൻ നന്നായിട്ട് ലാവിഷായിട്ട് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയോ പെരുംജീരക പൊടിയോ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഇതെല്ലാം ചെയ്തത് കൊണ്ട് ആ ഒരു പൊടി ഇനി ഇടേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. മുഴുവൻ കുരുമുളക് കൂടി തന്നെയാണ് അരച്ചത്. നന്നായിട്ട് ആവിയൊക്കെ വന്ന് ഉപ്പൊക്കെ പിടിച്ചു. ഈ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് വെക്കാം. ഓക്കെ, ഇതിപ്പോ അത് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എന്നിട്ട് ഇവിടെ വേണമെങ്കിലും ഓക്കെയാണ്. ഇനിയിപ്പോ വെറുതെ കഴിക്കാനും നല്ലതാണ്. കാരണം ഷെല്ലല്ലേ, അതൊക്കെ പൊട്ടിച്ചിങ്ങനെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ആ ഒരു തിക്ക് ഗ്രേവിയിൽ കിടന്നിട്ട് ക്രാബ്സ് ഫുള്ള്, നമ്മുടെ ഞണ്ട് ഫുള്ള് നന്നായിട്ട് വെന്ത്, ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവി മതിയല്ലോ നമുക്ക്. അധികം അത്രയും വെള്ളം ഉണ്ടായിരുന്നു, അത്രയും വറ്റി ഈ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ ധാരാളമാണ്. ഈ വെള്ളം കൂട്ടി ചാറായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഇത് റോസ്റ്റ് ടൈപ്പിൽ എടുത്തിരിക്കും. ഇതിനും കുറച്ചുകൂടി ഗ്രേവി കുറച്ച് റോസ്റ്റാക്കി എടുക്കാം. തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ അതിൻ്റെതായ വേറൊരു സ്റ്റൈലിലോട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഞണ്ട് റോസ്റ്റ്.